വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. ഈ നാടിന് ഒരു മതേതര ശക്തിയുണ്ട്. അതുകൊണ്ടാണ് പല വിദേശ പ്രചരണങ്ങളെയും ഈ നാടിന് ശക്തമായി തന്നെ മറികടക്കാൻ കഴിയുന്നത്. പാലാ ബിഷപ്പിന്റെ നാർക്കോട്ടിക് ജിഹാദ് ആരോപണത്തിന് പിന്നാലെ ഇത്തരത്തിലുള്ള വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾ ഈ കേരളത്തിൽ നടന്നപ്പോൾ അതിനെയൊക്കെ ശക്തമായി എതിർക്കാനും നേരിടാനും ഈ നാടിന് കഴിഞ്ഞിട്ടുണ്ട്. പാലാ ബിഷപ്പിന്റെ വിവാദ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി രംഗത്ത് വന്നത് ഇവിടത്തെ നല്ലവരായ ക്രൈസ്തവ വിശ്വാസികൾ എന്നതാണ് ഈ നാടിന്റെ മതേതരത്തിന്റെ ശക്തിയെ തെളിയിക്കുന്നത്. പാലാ ബിഷപ്പിന്റെ നാർക്കോട്ടിക് ജിഹാദ് ആരോപണത്തിന് പിന്നാലെ കുറുവിലങ്ങാട് മഠത്തിലെ കുർബാനയ്ക്കിടെ വൈദികൻ പറഞ്ഞത് ക്രിസ്ത്യാനികൾ പ്രസവിക്കാതിരിക്കാൻ മുസ്ലിങ്ങൾ മരുന്നുകൾ നൽകുന്നു എന്നാണ്. വൈദികന്റെ പ്രസംഗം കേട്ട സിസ്റ്റർ അനുപമ അടക്കമുള്ള കന്യാസ്ത്രീകൾ തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. കൂടാതെ മുസ്ലിങ്ങളുടെ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങരുത് എന്നുവരെയുള്ള പ്രചരണങ്ങൾ വരെ ചിലർ നടത്തിയിട്ടുണ്ട്. ചിലർ അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇത്തരം വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുന്നത്. എന്നാൽ ഇത്തരത്തിൽ വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുന്നവർ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇന്ന് ജൂലൈ 5 പുത്തൂർ സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ കോവിഡ് ബാധിതനായ ഒരു പിതാവിൻ്റെ 72 വയസ്സുള്ള ഒരാളുടെ സംസ്കാര ശുശ്രൂഷയിൽ കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം പാലിച്ച് സംസ്കാര ശുശ്രൂഷ ക്രമീകരണങ്ങൾക്ക് SYSന്റെ ഏറ്റവും നല്ല സന്നദ്ധ പ്രവർത്തകർ ഇവിടെ വന്ന് ഇക്കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം നൽകി, പ്രത്യേകിച്ച് സഹകരണം നൽകി. ഇത് കോവിഡ് ബാധിച്ച് മരണപ്പെട്ട ഒരാളുടെ സംസ്കാര ചടങ്ങുകൾ നടത്തിക്കൊടുത്ത സുന്നി യുവജന സംഘം എന്ന സംഘടനയെ കുറിച്ച് ഒരു വൈദികൻ പറഞ്ഞ വാക്കുകളാണിത്. ഈ വീഡിയോ കുറച്ച് പഴയതാണ് എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഈ വീഡിയോ തീർച്ചയായും പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഇത് ഒരു വീഡിയോ മാത്രമാണ്. ഇത്തരത്തിൽ മതത്തിനും ജാതിക്കും അപ്പുറത്ത് മനുഷ്യൻ മനുഷ്യനെ സഹായിച്ച നാടാണ് ഈ കേരളം. ഇവിടെ ഒരു പ്രശ്നമുണ്ടാവുമ്പോൾ മനുഷ്യൻ മതമോ ജാതിയോ നോക്കാതെ പരസ്പരം സഹായിക്കുന്നു. ഇവിടെ പ്രളയം വന്നപ്പോൾ ആരും സഹായിക്കുന്നവന്റെ മതമോ ജാതിയോ നോക്കിയിട്ടില്ല. ആരും സഹായം ആവശ്യപ്പെടുന്നവന്റെ മതമോ ജാതിയും ചികഞ്ഞിട്ടുമില്ല. മതം നോക്കാതെ മനുഷ്യൻ പരസ്പരം സഹായിച്ച അല്ലെങ്കിൽ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നാടാണ് കേരളം. അതിൻ്റെ ചെറിയൊരു തെളിവ് മാത്രമാണ് ഈ വീഡിയോ എന്നുള്ളത്. ഇത്തരത്തിൽ മനുഷ്യൻ വളരെ നല്ല രീതിയിൽ ഐക്യത്തോടെ ജീവിക്കുന്ന ഈ മണ്ണിലാണ് ചിലർ വിദ്വേഷ പ്രചരണങ്ങൾ നടത്തി ഈ ഐക്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നത്. ഇത്തരം വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുന്നവർ ഒരു തരത്തിൽ വിജയിച്ചിട്ടുമുണ്ട്. കാരണം ചെറിയൊരു കൂട്ടം ആൾക്കാരെയെങ്കിലും ഇത്തരം വിദ്വേഷ പ്രചരണത്തിന്റെ പടുകുഴിയിൽ വീഴ്ത്താൻ ഈ നിക്ഷിപ്ത താല്പര്യക്കാർക്ക് സാധിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.